ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എടോ ബോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾക്കാണോ അധികാരം? എടോ ബോടോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി വിളിക്കൂ ക്ഷമ. അക്ബർ റോഡിൽ പോയി വിളിക്കൂ ക്ഷമ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ക്ഷമയോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി ക്ഷമ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കണ്ടിട്ടുണ്ട്. ശരി, എങ്കിൽ ഞാൻ പറയാം. ആ ഡോക്യുമെന്ററി നിരോധിക്കുന്നത്, പല ഡോക്യുമെന്ററികൾ നോക്കൂ, ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതൊരു ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ പല സർക്കാരുകളും ഉപയോഗിക്കുന്ന കാര്യമാണ്. ഏത് സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിലും ആ സർക്കാരിനെതിരെയുള്ള പല കോണ്ടന്റും വളരെ ശക്തമായിട്ട് വരുന്ന സമയത്ത് അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലനായിട്ട് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ മുതൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വരെ എല്ലാ സർക്കാരുകളും എന്തോ ഞാൻ അതിന് നിങ്ങളൊക്കെ എഗ്രി ചെയ്യൂല. അത് ചില ബുക്സ് മറ്റും ബാൻ ചെയ്ത്, പക്ഷെ സർക്കാരിന്റെ മേലൊരു യൂട്യൂബോ നമ്മള് അപ്പൊ സീക്രറ്റ്സിനെ പറ്റിട്ട് എന്തെല്ലാം കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അല്ല, നിങ്ങൾ ഒരു കാര്യം അല്ല, നിങ്ങൾ ഇപ്പൊ എന്നോട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അതിന്റെ മറുപടി പറയും. മാപ്പ് നിങ്ങൾ SIT പറ്റി പറഞ്ഞു. SIT ഞാൻ പറയുന്നത് എക്സാക്ട്ലി സുപ്രീം മറുപടി വേണ്ടേ? ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. മറുപടി വേണ്ടേ? We need to block the SIT for the lack of evidence. ഇതാണ് സുപ്രീം കോടതി. അല്ല, അത് പറയട്ടെ. ഫൈനൽ വെർഡിക്റ്റ് അല്ല. സർ, ഇവരെ അല്ലാണ്ട് ഫൈനൽ വെർഡിക്റ്റ് അല്ല ക്ഷമ. അത് പറയുന്നു, കേൾക്കൂ. ക്ഷമ ഫൈനൽ വെർഡിക്റ്റ് അല്ല ക്ഷമ പറയുന്നത്. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ക്ഷമ എന്താണ് പറയുന്നത്? ക്ഷമ ഒരു സെക്കൻഡ്. ഇതെന്ത് ചർച്ചയാണ് സുബീഷ്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. സുബീഷ്, ഇതെന്ത് ചർച്ചയാണ്? ക്ഷമ നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോ എന്നെ ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. ക്ഷമ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഞാൻ ചോദിച്ച ചോദ്യം ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ്. ഞാൻ പറയുന്ന പോയിന്റിൽ കൗണ്ടർ ചെയ്യാനല്ല പറഞ്ഞത്. ആഞ്ജനേയ സ്വാമി, ഞാൻ ചോദിച്ചത് ഷമ മുഹമ്മദ് ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം തേടുകയാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സുബീഷ്, ഇത് ചർച്ചയല്ല. ക്ഷമ ഇതെന്താ? ക്ഷമ ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങൾക്ക് എന്നെ സംസാരിപ്പിക്കരുതെന്നൊരു ക്ഷമ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കട്ടെ. വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ക്ഷമ ഞാൻ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. ക്ഷമ നിങ്ങൾ ക്ഷമ കാണിക്കൂ. ക്ഷമ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷമ ഇത് എന്താണ്? ക്ഷമ ഇത് ഞാൻ താങ്കളോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. താങ്കൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ എന്റെ പോയിന്റിലേക്ക് വരികയാണ്. എന്റെ പോയിന്റിലേക്ക് വരികയാണ്. ജവഹർലാൽ നെഹ്റു കേട്ടപ്പോഴത്തേക്ക് എന്തിനാണ് ഇത്ര അക്ഷമയാവുന്നത്? അദ്ദേഹത്തിന്റെ വാദം പൂർത്തീകരിക്കട്ടെ. അത് ശരിയല്ല. ഇനി ഇവന്മാരെ അങ്ങനെ വിടാൻ പറ്റില്ല. ഏത് സ്ത്രീ? അത് ശരിയല്ല. ഇപ്പൊ സ്ത്രീയായോ പ്രശ്നം? എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? അല്ല, അത് പറയാൻ അവസരം കൊടുക്കൂ. ഞാൻ ചോദിക്കാം, താങ്കളോട് ഞാൻ ചോദിക്കാം. താങ്കൾ ആൻസർ പറഞ്ഞിട്ടാണോ ഇത് പറയുന്നത്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. താങ്കൾ ഉത്തരം പറഞ്ഞിട്ടാണോ ഇത് പറയുന്നത്? ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് താങ്കൾ ചോദിക്കരുതെന്നാണോ പറയുന്നത്? നിങ്ങൾ എന്നോട് ചോദിക്കാമെന്ന് പിന്നെ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾക്കാണോ അധികാരം? അതിനുള്ള സ്പെഷ്യൽ റൈറ്റ്സ് ഷമ മുഹമ്മദിനുണ്ടെന്നാണോ പറയുന്നത്? ചൂടാണ്ട് ഇല്ല. അത് ഷമ മുഹമ്മദ്, Panicker is somebody who has not done a scam. Panicker is somebody who has not done the National Herald scam. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്.
Panikkar is somebody who has not been served a notice by the ED. Panikkar is someone who has not gone to the office of the ED after getting a notice, after being served a notice on him for dwindling money, for scandals ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. related to money issues. Panikkar is not someone who has done that. Panikkar has paid his taxes. Panikkar is an Indian citizen who has duly paid his taxes. Panikkar is not someone who has been involved in the National Herald scam. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. Panikkar has never been questioned by ED. Madiyo. 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 ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ ഓ പോകുന്നു. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയട്ടെ ക്ഷമ. നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ. ക്ഷമ നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ ക്ഷമ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ക്ഷമ. താങ്കളുടെ ആ പേരിനോടുള്ള ഒരു നീതി പുലർത്തൂ ക്ഷമ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ ക്ഷമ. എടോ പോടോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി വിളിക്കൂ ക്ഷമ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അക്ബർ റോഡിൽ പോയി വിളിക്കൂ ക്ഷമ. എന്നോടല്ല ക്ഷമ അങ്ങനെ വിളിക്കേണ്ടത്. ക്ഷമ ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ ക്ഷമ. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല, അതൊക്കെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയെയോ സോണിയോ ഗാന്ധിയെയോ വിളിക്കാമായിരിക്കും. ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല, അതൊക്കെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയെയോ സോണിയോ ഗാന്ധിയെയോ വിളിക്കാമായിരിക്കും. എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല ക്ഷമ. ഇതാണ് പ്രശ്നം. ഉത്തരം മുട്ടുമ്പോ ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. ഷമ മുഹമ്മദ് ഈ ചർച്ച കാണുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രീജിത്ത് പണിക്കർ ഷമ മുഹമ്മദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഷമ അതിന് മറുപടി പറയുന്നു. പക്ഷേ ആ മറുപടി നീണ്ടുപോകുന്നു, അസഹിഷ്ണുത കാണിക്കുന്നു. വീണ്ടും ഇതാ ഇപ്പോൾ സംഭവിച്ചത് പ്രേക്ഷകർ തന്നെ കണ്ടല്ലോ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.